വിനോദ് മാത്യു മാഞ്ഞൂരാൻ്റെയും ആനി മാത്യുവിൻ്റെയും ഒരേയൊരു മകൾ. അവളായിരുന്നു മായ മാത്യു. മാത്യു എന്നും മകൾക്ക് നല്ലൊരു ഫ്രണ്ട് കൂടിയായിരുന്നു. പപ്പയുടെയും മോളുടെയും പരസ്പര സ്നേഹം ആനിയെപ്പോലും പലപ്പോഴും അതിശയിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിനോദ് മാത്യുവിൻ്റെ ഏറ്റവും അടുത്ത ബിസിനസ് സുഹൃത്തായിരുന്നു എബ്രഹാം ജോൺ എന്ന് പറയുന്ന വ്യക്തി. ജോണിനും സ്വന്തമെന്ന് പറയാൻ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു സാം എന്ന സാം എബ്രഹാം. സാമിന് 5 വയസ്സുള്ളപ്പോഴാണ് അവൻ അവൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത്. ഭാര്യ മരിച്ചിട്ടും മകനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചവനാണ് ജോൺ എന്ന ബിസിനസ്സുകാരൻ. അമ്മയില്ലാതെ വളർന്നതുകൊണ്ടാകാം സാം ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നതും എല്ലാം ഷെയർ ചെയ്തിരുന്നതും മായയുടെ ഫാമിലി ആയിട്ടായിരുന്നു. മായ അവൻ്റെ കളിക്കൂട്ടുകാരി മാത്രമായിരുന്നില്ല. അതിനപ്പുറം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരടുപ്പം അവളോട് അവന് തോന്നിയിരുന്നു. ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴും സാമിൻ്റെ മനസ്സിൽ തോന്നിയ പ്രണയം മായയോട് തുറന്നു പറയാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അതിനുള്ള ധൈര്യം തോന്നാത്തതുകൊണ്ടോ അതുമല്ലെങ്കിൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയാത്തതുകൊണ്ടോ ഉള്ള ടെൻഷനിൽ അവനെല്ലാം മറച്ചുവെച്ച് അവൾക്കൊപ്പം അവൾക്ക് പിറകെ തന്നെ ഉണ്ടായിരുന്നു. അന്നൊരു ന്യൂ ഇയർ സെലിബ്രേഷനു വേണ്ടി മായും സാമും പുറത്തെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴായിരുന്നു അവിടെ ലൈവിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗിറ്റാർ പിടിച്ച് സ്റ്റൈലിൽ പാട്ടുപാടുന്ന താടിക്കാരനായ അയാളിലേക്ക് മായയുടെ കണ്ണുകൾ മാത്രമായിരുന്നില്ല ചെന്നെത്തിയിരുന്നത്, ഒപ്പം അവളുടെ ഹൃദയം കീഴടങ്ങി പോവുകയായിരുന്നു. ആ പ്രോഗ്രാം തീരുന്നത് വരെ അവളെ ഉത്സാഹത്തോടെ അവിടെ പിടിച്ചു നിർത്തിയത് അവൻ്റെ ഗിറ്റാർ വായനായിരുന്നു. കണ്ടു തീരുന്നതുവരെ മായ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെയാണ് അവൾക്ക് പോലും തോന്നിയത്. ആ തോന്നലിൽ നിന്നും സാം അവളെ വിളിച്ചുണർത്തിയപ്പോഴേക്കും പ്രോഗ്രാം അവസാനിച്ച് അയാൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നതാണ് അവൾ കണ്ടത്. മായേ, പോകണ്ടേ നമുക്ക്? നേരെ ഒരുപാടായി. അവൻ്റെ നിർബന്ധത്തിൽ അവൾ അവിടെ നിന്നും തിരിച്ചു പോകുമ്പോഴും അവൾ ഇടയ്ക്കിടെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൾക്കറിയില്ലായിരുന്നു. എന്നിട്ടും തിരിച്ചു വീട്ടിലെത്തിയ ശേഷവും അവളുടെ ചിന്തകളിൽ അയാൾ മാത്രമായിരുന്നു. പിന്നീട് പലയിടത്തും വെച്ച് മായ അയാളെ കണ്ടുമുട്ടിയെങ്കിലും നേരിലൊന്ന് സംസാരിക്കാനോ അയാളുടെ പേരെന്താണെന്ന് അറിയാനോ അവൾക്ക് സാധിച്ചില്ല. അന്നൊരു ദിവസം കോളേജിൽ വെച്ച് വാലന്റൈൻസ് ഡേക്ക് സാം തൻ്റെ പ്രണയം മായയോട് തുറന്നു പറയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആരെന്ന് പോലും അറിയാത്ത ആ ഗിറ്റാറിസ്റ്റിനോട് തോന്നിയ തൻ്റെ പ്രണയം മായ സാമിനെ ആദ്യമായി അറിയിക്കുന്നത്. പെട്ടെന്നതു കേട്ട ഞെട്ടലിൽ അവൻ്റെ ശ്വാസം നിലച്ചതുപോലെയായിരുന്നു അവന് തോന്നിയത്. അവളുടെ സംസാരത്തിൽ അയാളെക്കുറിച്ച് അവൾ വാതോരാതെ സംസാരിക്കുന്നത് കൂടി കേൾക്കേണ്ടി വന്നതോടെ സാമിൻ്റെ ഹൃദയമാകെ തകർന്നു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. എല്ലാം കേട്ടതിന് ശേഷവും തൻ്റെ പ്രണയം വീണ്ടും മറച്ചു വെച്ചവൻ അവൾക്ക് മുൻപിൽ പുഞ്ചിരിച്ചു നിൽക്കാൻ പാടുപെടുമ്പോൾ തൻ്റെ സുഹൃത്തിനോട് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെടുകയായിരുന്നു. എതിർപ്പ് പ്രകടിപ്പിക്കാതെ തൻ്റെ പ്രണയിനിയോട് അവൾ ആഗ്രഹിക്കുന്നത് പോലെ സാധിപ്പിച്ചു തരാമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. 2 ദിവസങ്ങൾക്കു ശേഷമായിരുന്നു സാം എബ്രഹാം പിന്നീട് മായയെ കാണാൻ ശ്രമിച്ചത്. പ്രതീക്ഷയോടെ കാത്തിരുന്ന മായയ്ക്ക് മുൻപിലേക്ക് അവൻ അയാളുടെ എല്ലാ വിവരങ്ങളും എത്തിച്ചു കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന സന്തോഷം വേദനയോടെയാണ് അവൻ നോക്കി നിന്നത്. അയാളുടെ ഫോൺ നമ്പർ കൂടി കയ്യിൽ കിട്ടിയ ആനന്ദത്തിൽ പെട്ടെന്ന് അവൻ സാമിനെ ഹഗ് ചെയ്തതും അവൻ ആകെയൊന്ന് പകച്ചു പോയിരുന്നു. താങ്ക് യു സാം, താങ്ക് യു സോ മച്ച്. ആശ്ചര്യം വിട്ടുമാറുന്നതിന് മുൻപേ അവനിൽ നിന്നും അവൾ അടർന്നു മാറി മുറിയിലേക്ക് തുള്ളിച്ചാടി ഓടുമ്പോൾ അവനെല്ലാം ഒരു നോവോടെ നോക്കി നിന്നുപോയി. പ്രഭേന്ദു, അതായിരുന്നു അയാളുടെ പേര്. അവിടെ അവൾ അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല. പ്രഭയുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ നമ്പറിലേക്ക് അവൾ ആദ്യമായി ഒന്ന് വിളിച്ചു നോക്കിയത്. നേരിയൊരു പരിഭ്രമവും നെഞ്ചിലെ പടപടപ്പും കാരണം ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ ആവലാതിയോടെ അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അപ്പുറത്തു നിന്നും ഹലോ എന്ന് കേട്ടപ്പോഴായിരുന്നു ആ നടത്തം അവസാനിപ്പിച്ച് ഒരു ഞെട്ടലിൽ സ്വിച്ച് ഇട്ടതുപോലെ അവൾ നിന്നു പോയത്. ഹലോ ഹലോ. ആ സംഭാഷണം അവർക്കിടയിൽ പരസ്പരം പരിചയപ്പെടാനും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും കാരണമാവുകയായിരുന്നു. പരസ്പരം കാണാതെ അവർ ആ സൗഹൃദം ഫോണിലൂടെ തുടർന്നു. അറിയാതെ എപ്പോഴോ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് അവർ അറിഞ്ഞതേയില്ല.
അന്യമതത്തിൽപ്പെട്ട ഒരാളെ താൻ സ്നേഹിക്കുന്നു എന്ന വിവരം മമ്മി അറിഞ്ഞാൽ ഒരുപക്ഷെ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രഭയ്ക്കും. നസ്രാണി കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ ഇല്ലത്തേക്ക് കൈപിടിച്ചു കയറ്റുന്നതിൽ അച്ഛൻ്റെ എതിർപ്പിനെക്കുറിച്ചും വീട്ടുകാരുടെ എതിർപ്പിനെക്കുറിച്ചുമെല്ലാം ആലോചിച്ചപ്പോൾ തമ്മിൽ കാണുന്നത് തൽക്കാലം സേഫ് ആയിരിക്കില്ലെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവനും ശ്രമിച്ചു. ആദ്യമൊക്കെ മായ അതിന് സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അവൾ അവനെ നേരിൽ കാണണമെന്നും പരസ്പരം അടുത്തിരുന്നൊന്ന് സംസാരിക്കണമെന്നും ആവശ്യം പറയുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ചില വാശികൾ നടത്തിയെടുക്കാൻ അവൾ ഇറങ്ങിത്തിരിക്കുന്നത് ക്ഷമയൊട്ടും ഇല്ലാത്തതുകൊണ്ടായിരുന്നു എന്ന് പ്രഭയെ പറഞ്ഞവൾ ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകാൻ അവൻ വീണ്ടും താമസമെടുക്കുകയായിരുന്നു. ഒരു ദിവസം റൂം ക്ലീൻ ചെയ്യാനായി മായയുടെ റൂമിലേക്ക് ആനി കയറി വന്നപ്പോഴായിരുന്നു മായയുടെ ഫോണിലേക്ക് നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുളിച്ചുകൊണ്ടിരുന്ന അവൾ അറിയാതെ ആനി ആ ഫോൺ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴായിരുന്നു പ്രഭേന്ദുവുമായുള്ള ചാറ്റിങ്ങും റിലേഷൻഷിപ്പൊക്കെ ആനി ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. ദേഷ്യവും സങ്കടവുമെല്ലാം കലങ്ങി മറിഞ്ഞ മനസ്സുമായി ആനി അവിടെ ഫോൺ പിടിച്ചു നിൽക്കുന്നതിനിടയിലേക്കായിരുന്നു കുളി കഴിഞ്ഞ് മായ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. തന്നെ മാത്രം നോക്കി നിൽക്കുന്ന മമ്മിയുടെ ആ നിൽപ്പ് കണ്ടപ്പോഴേ ഉള്ളിലൊരു സംശയം ജനിച്ചെങ്കിലും തൻ്റെ ഫോൺ മമ്മിയുടെ കയ്യിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു പതർച്ചയിലായിരുന്നു അവൾ ആനിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയത്. ആരാ ഈ പ്രഭേന്ദു? മായ, നിന്നോടാ ഞാൻ ചോദിച്ചത്, ഈ പ്രഭേന്ദു ആരാണെന്ന്. അത് മമ്മി, ഞാൻ. അവളത് പറഞ്ഞു തുടങ്ങിയില്ല. അപ്പോഴേക്കും ആനിയുടെ കൈ അവളുടെ കവിൾത്തടത്തിൽ ചെന്ന് പതിച്ചു കഴിഞ്ഞിരുന്നു. അന്യമതത്തിൽപ്പെട്ട ഒരുത്തനുമായി നിനക്കെന്താടി ബന്ധം? എന്ന് തുടങ്ങിയതാ ഇത്തരത്തിലുള്ള ഈ റിലേഷൻഷിപ്പൊക്കെ? പറയടി, പറയാൻ. അവളുടെ ഇരു ചുമലിലേക്കും കൈകളിലേക്കും മാറി മാറി ആനി അവളെ പൊതിരെ തല്ലുന്ന ശബ്ദവും ബഹളവും കേട്ടായിരുന്നു വിനോദ് മാത്യു അവിടേക്ക് ഓടിയെത്തിയത്. മകളെ തല്ലി പദം വരുത്തുന്ന തൻ്റെ ഭാര്യയെ കണ്ട ദേഷ്യത്തിൽ അയാൾ ഉറക്കെയൊന്ന് ശബ്ദിച്ചു. സ്റ്റോപ്പ് ഇറ്റ് ആനി, ഐ സേ സ്റ്റോപ്പ് ഇറ്റ്. ആ ശബ്ദത്തിൻ്റെ തീവ്രതയിൽ വീണ്ടും തല്ലാനോങ്ങിയ കൈ ആനി ഉയർത്തി തന്നെ പിടിച്ച് ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന തൻ്റെ മകളെ കണ്ട വേദനയോടെ വിനോദ് അവളെ ഒന്ന് നോക്കിയതും അവൾ ഓടി വന്ന് പപ്പയെ കെട്ടിപ്പിടിച്ചു. എന്താ മോളു, എന്നതാ കാര്യം? ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിന്നെ ഇത്രമാത്രം തല്ലി വേദനിപ്പിക്കാൻ ഇവിടെ എന്നതാ ഉണ്ടായത്? അയാൾ അത് ചോദിക്കവേ മായ വേഗം പപ്പയിൽ നിന്നും അടർന്നു മാറി മുഖം കുനിച്ചു നിന്നു. അവള് പറയില്ല വിനു. ഒരു ഹിന്ദു പയ്യനുമായി താൻ പ്രണയത്തിലാണെന്ന വിവരം അവൾ എങ്ങനെയാ നമ്മുടെ മുഖത്ത് നോക്കി പറയാ, അല്ലേ? ഒരു ഞെട്ടലോടെ വിനു പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയതും മായ കണ്ണീരോടെ വിനുവിനെ ഒന്ന് നോക്കി. പപ്പ, അത് പിന്നെ ഞാൻ എല്ലാം പപ്പയോട് തുറന്നു പറയാനിരിക്കുകയായിരുന്നു. നിങ്ങൾ കരുതും പോലെ ഒന്നുമല്ല പപ്പ കാര്യങ്ങൾ. എന്നെ ഒന്ന് വിശ്വസിക്കേ പപ്പ. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ വിനു ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ഒന്നും പറയാതെ അയാൾ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നത് ഒരു നോവോടെ അവളും നോക്കി നിൽക്കാനേ അന്നേരം അവൾക്ക് സാധിച്ചുള്ളൂ. ചങ്ക് തകർന്ന നിന്റെ പപ്പ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിന്നൊരു മകളായല്ല, ഒരു ഫ്രണ്ടിനെ പോലെയല്ലേടി ആ മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും നീ വിനുവിനെ പറ്റിച്ചല്ലോ. ഒരു വെറുപ്പോടെ ആനി അവളുടെ കൈകളിലേക്ക് ആ ഫോൺ വെച്ചു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഉറക്കെയൊന്ന് പൊട്ടിക്കരഞ്ഞുപോയി. പപ്പയുടെ മൗനം അവളെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായി അവൾ വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. ഗാർഡനിൽ തനിച്ചിരിക്കുന്ന പപ്പയുടെ കാൽച്ചുവട്ടിൽ തൊട്ടുകൊണ്ട് അവൾ ഒരു നിമിഷം തേങ്ങലോടെ അയാളെ വിളിച്ചുണർത്തി. അന്നേരം അവളെ അയാൾ എഴുന്നേൽപ്പിച്ച് തൻ്റെ അരികിൽ പിടിച്ചിരുത്തുകയായിരുന്നു. ഒന്നും സംസാരിക്കാതെ തല കുനിച്ചിരിക്കുന്ന തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ഒന്ന് ചോദിച്ചു. അയാളെ നിനക്ക് വിശ്വാസമാണോ? ഒരു ഞെട്ടലോടെ അവൾ മുഖമുയർത്തിയതും കണ്ണുകൾ വിടർത്തി അവൾ ആവേശത്തോടെ പറഞ്ഞു. അതെ പപ്പ, എനിക്ക് പ്രഭേന്ദുവിനെ ഒരുപാട് വിശ്വാസാ. സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ പറഞ്ഞു കേൾപ്പിക്കാൻ കാണിക്കുന്ന തൻ്റെ മകളിൽ നിന്നും അയാൾ ഒരു നിമിഷം കണ്ണെടുത്തതേയില്ല. എല്ലാം കേട്ട ശേഷം അയാൾ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട് അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. ശരി, നീ പറഞ്ഞതൊക്കെ പപ്പയ്ക്കും വിശ്വാസാണ്. സ്വന്തം മകളുടെ ഇഷ്ടത്തെ എതിർത്ത് ഒരു വില്ലനായ അച്ഛനാവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജാതിയും മതവും ഒന്നും ഈ പപ്പയ്ക്കൊരു പ്രശ്നവുമല്ല. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതുമാത്രമാണ് പപ്പ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് അയാളെ ഒന്ന് മീറ്റ് ചെയ്യണം. സ്ഥലവും സമയമൊക്കെ അയാളുടെ സൗകര്യം കൂടി നോക്കി ഫിക്സ് ചെയ്യേ. എന്നിട്ട് പപ്പയെ അറിയിക്കേ. ഓക്കെ? അവളുടെ മുടിയിൽ ഉരസിപ്പിടിച്ച് വിനോദ് അത് പറയവേ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാത്തതുപോലെയാണ് പെട്ടെന്നവൾ സന്തോഷം കൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചത്. വീട്ടുകാരെല്ലാം അറിഞ്ഞുവെന്ന വിവരം മായ പ്രഭയെ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഷോക്കിൽ ഒരു നിമിഷം അവനൊന്ന് നിശബ്ദനായി. പ്രഭയെ കാണണമെന്ന ആഗ്രഹം കൂടി അവൾ അറിയിച്ചതോടെ മറുപടി പറയാനാകാതെ മറുതലയ്ക്കൽ ഫോൺ ചെവിൽ വെച്ച് പകപ്പോടെ നിൽക്കുകയായിരുന്നു സാം എബ്രഹാം. പ്രഭേന്ദുവിൻ്റെ പേരിൽ ഇത്രയും നാൾ താനായിരുന്നു അവളോട് സംസാരിച്ചതും ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിച്ചതും എന്നൊക്കെയുള്ള സത്യം മായ തിരിച്ചറിയാനിടയായാൽ എല്ലാം അതോടെ അവസാനിക്കുമെന്ന് അവനൊരു നിമിഷം ഭയന്നു പോവുകയായിരുന്നു. പ്രഭേ, എന്താ ഇതുവരെ മറുപടിയൊന്നും പറയാത്തത്? ഇനി പ്രഭയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ ഫിക്സ് ചെയ്യട്ടെ. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് പ്രഭ ആകെ ഷോക്കായി പോയെന്ന്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മനസ്സറിയാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച വൈകിക്കേണ്ട. നാളെ കൃത്യം 10 മണിക്ക് മറൈൻ ഡ്രൈവിലേക്ക് പ്രഭ എത്തിയാൽ മതി. പപ്പയും അമ്മയും കൂട്ടി ഞാൻ അപ്പോഴേക്കും അവിടേക്ക് എത്താം. സത്യത്തിൽ പ്രഭയെ കാണാനുള്ള ആഗ്രഹം അവരുടേത് മാത്രമല്ല, ഈ എനിക്കും കൂടിയാ. ഇനിയെങ്കിലും പ്രഭ അതൊന്ന് മനസ്സിലാക്ക്. അവളത് പറഞ്ഞു തീർന്ന ഉടൻ ഒരു നെഞ്ചിരിപ്പോടെ അവൻ ആ കോള് വേഗം കട്ട് ചെയ്തു. ബെഡിലൊന്ന് അമർന്നിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മുടിയിഴകളിലൂടെ കൈവിരലുകൾ ഓടിച്ചു വിട്ടവൻ മുഖം കുനിച്ചിരുന്നു പോയി. മായയെ നഷ്ടപ്പെടുത്താനാവാത്തതുകൊണ്ട് തൻ്റെ മനസ്സിൽ തോന്നിയ കുരുട്ടുബുദ്ധിയായിരുന്നു ഇതൊക്കെ. കുട്ടിക്കാലം തൊട്ട് സ്നേഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്നവൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സഹിക്കാനായില്ല. ഒരു നിമിഷം തൻ്റെ ഹൃദയം തകർന്നു പോയതുപോലെ തോന്നി. അവളെ പിരിയാനും തന്നിൽ നിന്ന് അടർത്തി മാറ്റാനും സമ്മതിക്കില്ലെന്ന് മനസ്സ് ശാഠ്യം പിടിച്ചപ്പോഴായിരുന്നു പ്രഭേന്ദു എന്ന പേര് മാത്രം സ്വീകരിച്ച് താനൊരു പുതിയ സിം കാർഡ് എടുത്തതും ശബ്ദം മാറ്റി മായയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ. എല്ലാം അവളുടെ ഇഷ്ടം നേടിയെടുക്കണമെന്ന് മാത്രം കരുതിയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയല്ല താൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്. എല്ലാ സത്യങ്ങളും മായയോട് സാവകാശം തുറന്നു പറയണമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്കും അങ്കിളും ആൻറ്റിയും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരോടൊക്കെ ഞാൻ എന്താ പറയുക? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ കർത്താവേ. ആ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടവനെ പോലെ സാം എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നും നടന്നും നേരം വെളുപ്പിച്ചു. അപ്പോഴേക്കും തൻ്റെ ഫോണിലേക്ക് വന്ന മായയുടെ മിസ്ഡ് കോളിനും മെസ്സേജിനും കണക്കുകൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാം തുറന്നു പറഞ്ഞ് മായയോട് ക്ഷമ ചോദിക്കണമെന്ന തീരുമാനത്തിൽ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയെങ്കിലും തൻ്റെ സമ്മതം വിളിച്ചറിയിക്കാനുള്ള ധൈര്യം അവൻ അന്നേരം കാണിച്ചിരുന്നില്ല. എല്ലാം നേരിൽ കണ്ടു മാത്രം സംസാരിക്കാമെന്ന ഉദ്ദേശത്തിലായിരുന്നു അവൻ ബൈക്കെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇതേസമയം പപ്പയ്ക്ക് നൽകിയ വാക്ക് തിരുത്തേണ്ടി വരുമോ എന്ന ടെൻഷനിലായിരുന്നു മായ. ഇന്നലെ തൊട്ട് പ്രഭയെ വിളിക്കാൻ തുടങ്ങിയിട്ട് പോലും തൻ്റെ മെസ്സേജിനോ ഫോൺ കോളിനോ യാതൊരു മറുപടിയും പ്രഭ നൽകിയില്ലെന്ന വിഷമവും പ്രയാസവും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അവളത് പുറമേ കാണിച്ചില്ല. അവസാനമായി ഒരു മറുപടിയെങ്കിലും തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ ഒരു മെസ്സേജ് കൂടി അവന് സെൻഡ് ചെയ്തു കൊടുത്തത്. പ്രഭ എത്തുന്നതുവരെ എൻ്റെ ഫാമിലിക്കൊപ്പം ഞാൻ ആ മറൈൻ ഡ്രൈവിൽ തന്നെ കാത്തു നിൽപ്പുണ്ടാകും. ഇന്നെങ്കിലും പരസ്പരം ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച സംഭവിക്കില്ല പ്രഭേ. ഇത് മായയാ പറയുന്നത്. മെസ്സേജ് അയച്ചതിന് പിറകെ വിനോദും മാനിയും പോകാൻ തയ്യാറായി അവളുടെ അടുത്തേക്ക് വന്നപ്പോഴും അവൾ ഒന്നും അവരെ അറിയിക്കാൻ ശ്രമിക്കാതെ ഫോൺ വേഗം പിറകിലേക്ക് മാറ്റിപ്പിടിച്ചു. അപ്പോഴും നേരെ ഇഷ്ടക്കേട് മുഖത്ത് പ്രകടിപ്പിച്ചായിരുന്നു ആനി അവിടെ നിന്നിരുന്നത്. മറൈൻ ഡ്രൈവിനെ ലക്ഷ്യം വെച്ച് സാം ബൈക്കിൽ അവിടേക്ക് എത്തുന്നതിനിടയിലായിരുന്നു ആളൊഴിഞ്ഞൊരിടത്ത് പെട്ടെന്ന് വണ്ടി താനെ ഓഫായി പോയത്. സംഭവിച്ചതെന്താണെന്ന് അറിയാതെ അവൻ ബൈക്കിൽ നിന്നിറങ്ങി കുറച്ചു സമയം അതിൽ ചെലവഴിച്ചെങ്കിലും ഒന്നും മനസ്സിലാവാതെ അവൻ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു വിട്ട് നടു റോഡിൽ നിൽപ്പ് തുടങ്ങി. വണ്ടി തള്ളി ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഫോണെടുത്ത് മായയെ വിളിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അല്പം മുമ്പ് അയച്ച അവളുടെ വോയിസ് മെസ്സേജ് അവൻ ശ്രദ്ധിച്ചത്. അവസാന തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ആ സ്വരത്തിൽ അവളുടെ വാശിയും നിരാശയുമെല്ലാം നിഴലിച്ചിരുന്നുവെന്ന് അവനും മനസ്സിലാക്കിയതോടെ അവളുടെ ചോദ്യത്തിന് ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് തൻ്റെ ഭീരുത്വമാണെന്ന് സാമും കരുതി.
ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയുമായേ. എനിക്കുടനെ അവിടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ എന്തേലും വഴിയുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാറിനകത്തിരുന്ന് പപ്പയുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു അവൻ്റെ ആ മെസ്സേജ് അവൾ കാണാനിടയായത്. ഒരുപാട് സമയത്തിനു ശേഷം പ്രഭയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി കിട്ടിയ സന്തോഷത്തോടെ അവൾ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് അവനൊരു പ്രശ്നത്തിലാണെന്ന് അവളും അറിഞ്ഞത്. അതോടെ അവളുടെ മനസ്സിൻ്റെയും സമാധാനം നഷ്ടപ്പെട്ടതുപോലെയായി. ആർ യു ഷുവർ പ്രഭേ? പ്രശ്നം സോൾവ് ചെയ്ത് നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരില്ലേ? അവൾ ആ മെസ്സേജ് അയച്ചതിന് പിറകെയാണ് പെട്ടെന്ന് ആനയിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നത്. എന്തു പറ്റി? അയാൾ വരുന്നില്ല അല്ലേ? അങ്ങനെ ഒരു ചോദ്യം കൂടി കേട്ടതോടെ പെട്ടെന്ന് അവൾ ആനയുടെ നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ, വരുന്നില്ല. മമ്മിക്കിപ്പോൾ ഹാപ്പി ആയല്ലോ. ദേഷ്യവും സങ്കടവും കലർന്ന ശബ്ദത്തിൽ അവൾ അത് പറയവേ വിനോദിൻ്റെ മനസ്സും ആകെ കലങ്ങി മറിഞ്ഞു. സോറി പപ്പ, ഐ തിങ്ക് ഹി കൺഫ്യൂസ്ഡ്. ഞാനൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അവൾ അതും പറഞ്ഞ് ഇടതു കൈയാലെ കാർ ഡോർ വേഗം ഓപ്പൺ ചെയ്തപ്പോഴായിരുന്നു പെട്ടെന്ന് സ്പീഡിൽ വന്നൊരു വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചത്. വീഴ്ചയുടെ ആഘാതത്തിൽ രക്തം വാർന്നൊലിച്ച് അവൾ അവിടെ കിടക്കുമ്പോഴും തൻ്റെ കയ്യകലത്തിൽ പുല്ലിൽ വീണു കിടന്ന മൊബൈൽ ഫോണിൽ ശബ്ദിച്ചിരുന്നത് ഒന്ന് മാത്രമായിരുന്നു. അവൾ അവസാനമായി അയച്ച സന്ദേശത്തിനുള്ള മറുപടി യെസ് എന്നൊരു ശബ്ദം മാത്രം. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അഗാധമായ ഒരു ഇരുട്ടിലേക്ക് പതിയെ അടഞ്ഞു പോയിരുന്നു. മറ്റൊരു വാഹനത്തിൽ കയറി സാം അവിടേക്ക് പോകുന്ന വഴിക്കായിരുന്നു അവൻ്റെ ഫോണിലേക്ക് ജോണിൻ്റെ കോള് വന്നത്. അവൻ അതെടുത്ത് വേഗം അറ്റൻഡ് ചെയ്തതും കണ്ണുകൾ തുറിച്ച് ഞെട്ടലോടെ മായ എന്ന് ഉറക്കെ അലറി വിളിച്ചപ്പോഴേക്കും അവനെ ചുറ്റുമിരുന്നവർ ആ ശബ്ദം ഒരു നടുക്കത്തോടെയായിരുന്നു കേട്ടത്. ഹോസ്പിറ്റലിനകത്തേക്ക് സമനില തെറ്റിയവനെ പോലെ ഓടിക്കയറി വന്നവൻ വെന്റിലേറ്ററിനകത്ത് കിടക്കുന്ന തൻ്റെ മായയെ കണ്ട ഞെട്ടലിൽ ആകെ തളർന്നു പോവുകയായിരുന്നു. ഡോറിനകത്തൂടെ അവളുടെ മുഖം കാണുമ്പോഴും കരച്ചിൽ അടക്കി നിർത്താനാവാതെ അവൻ പൊട്ടിക്കരഞ്ഞപ്പോഴേക്കും വിനോദ് അവൻ്റെ ചുമലിൽ തൊട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്നേരം പിടിച്ചു നിൽക്കാനാവാത്തതുപോലെ അയാളുടെ ചുമലിലേക്ക് അവൻ മുഖം ചേർത്ത് വെച്ചപ്പോഴും ഉള്ളിൽ നേറിപ്പുകയുന്ന കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം മായയുടെ മരണം സ്ഥിരീകരിച്ച വിവരം ഡോക്ടർമാർ അറിയിച്ചതിൻ്റെ നടുക്കത്തിൽ അവസാനമായും ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാതെയാണ് അവൻ ചങ്ക് തകർന്ന അവസ്ഥയോടെ അവിടെ ഇരുന്നു പോയത്. സ്വന്തം ഇഷ്ടം നടത്തിയെടുക്കാൻ വേണ്ടി ചെയ്തു പോയ സ്വാർത്ഥതയ്ക്ക് പകരം തനിക്ക് നഷ്ടപ്പെട്ടത് എല്ലാമായ തൻ്റെ മായയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ അധിക നേരം ഇരിക്കാൻ പിന്നീട് അവന് മനസ്സുറച്ചില്ല. ലക്ഷ്യമില്ലാതെ അവൻ നടന്നു തീർത്ത വഴികളൊന്നും പിന്നീട് അവൻ ഓർത്തതുപോലുമില്ല. ചൂളം വിളിച്ച് തൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയ ട്രെയിൻ ശബ്ദത്തെ പോലും തിരിച്ചറിയാനാവാത്ത വിധം അവൻ ആ പാളത്തിന് നടുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ എല്ലാം അവസാനിച്ചിട്ടാൻ അവൻ്റെ മനസ്സും ആഗ്രഹിച്ചു പോയിരുന്നു. അന്നേരം അവനൊന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, സോറി മായ, ഐ ആം റിയലി സോറി.